ഡോക്ടർ മനുലാൽ, ഈ ഭൂഘടനയിൽ വന്ന മാറ്റം, അതിൻ്റെ വിനിയോഗത്തിൽ വന്ന മാറ്റമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായി ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് സോയിൽ പൈപ്പിംഗ് ആണ്. അതായത് ഈ ഭൂമിക്കടിയിലെ മണ്ണൊലിപ്പ് എന്നത്, അത് ഉരുൾപൊട്ടലിൻ്റെ കൃത്യമായ സൂചനയാണ്. സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മുൻപ് തന്നെ നമുക്ക് ദൃശ്യമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഭൂപ്രകൃതിയിലെ ഒരു പ്രത്യേകത അതിനകത്ത് തന്നെ ലാട്രിറ്റിക് സോയിൽ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ പ്രത്യേകത പലപ്പോഴും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് സെഡിമെൻ്ററി റോക്ക്, അതായത് അവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു മണ്ണിൻ്റെ വലിയൊരു ഒരു തിക്നെസ് ഉള്ള ലെയർ കാണും പലപ്പോഴും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നേരെ നമ്മൾ പാറയുടെ മേളിൽ പലയിടത്തും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും സോയിലാണ്, സാധാരണ മണ്ണാണ്. ആ മണ്ണിൽ കഴിഞ്ഞ ഉടനെ പാറക്കെട്ടാണുള്ളത്. അതിനിടയ്ക്ക് ഒരു സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്ന ഒരു ഘടന ഒരിക്കലും കാണില്ല. അതേസമയത്ത് അത് കൂടാതെ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേരളത്തിൻ്റെ വടക്ക് തൊട്ട് തെക്ക് വരെ ലാട്രിറ്റിക് സോയിൽ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പാറക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ ലാട്രിറ്റിക് സോയിലാണ്. ലാട്രൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവനും ചെമ്മണ്ണ്, ചെങ്കല്ല് എന്നുള്ള ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് തീർച്ചയായിട്ടും വളരെയേറെ ക്ലേ കണ്ടൻ്റ് ഉണ്ട്, അലൂമിനസ് ആയിട്ടുള്ള ക്ലേ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ലാട്രൈറ്റിക്കിൽ അതേ സമയത്ത് നമ്മൾ കേട്ടാൽ അറിയാം, നമ്മൾ സഞ്ചരിച്ചാൽ തന്നെ അറിയാം. നമുക്ക് വടക്കൻ സംസ്ഥാന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ജില്ലകളിലേക്ക് പോയാൽ കണ്ണൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലാട്രൈറ്റിക് കമ്പോണൻറ്റിൻ്റെ അകത്ത് ക്ലേ കണ്ടൻറ്റ് വളരെ പിന്നെയും കൂടുതൽ കാണാം. അലുമിനസ് കണ്ടൻറ്റ് കൂടുതലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ കണ്ടൻറ്റ് കൂടുതലാണ്. ആ ക്ലേ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം അതിനകത്തോട് അരിച്ചിറങ്ങിയിട്ട് ആ ദ്വാരങ്ങളിൽ കൂടെ ഇതിനെ ലയിപ്പിച്ചുകൊണ്ട് കുറേ സുഷിരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ സുഷിരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുകയും ചെയ്യുമ്പം അതൊരു പൈപ്പ് പോലെ രൂപപ്പെടുക. ആ പൈപ്പ് വളരെ പല ഷേപ്പിൽ അതിനകത്തൂടെ പാസ് ചെയ്ത് പോവുക. അതിനകത്തൂടെ വെള്ളം നിരന്തരമായിട്ട് ഒഴുകി മഴ പെയ്യുക, ഒരു സ്ഥിരമായിട്ട് മഴ പെയ്യുന്ന ഒരു പ്രദേശമാണല്ലോ നമ്മുടേത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ പെയ്യുകയും ഇതിനകത്തൂടെ ലീച്ചിങ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും ചെയ്യുന്നതോറും ഈ സുഷിരങ്ങളുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. അത് വലിയ പൈപ്പ് പോലെ, വളരെ പാമ്പ് പോലെ, അത് എത്ര ദൂരത്തോളം വരെ കണക്ട് ചെയ്തിരിക്കും. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് പലതരത്തിൽ അങ്ങനത്തെ പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം അത് ഈ ഭൂമിക്ക് അടിയിലുള്ള സ്ഥിതിയാണ്. ഒരു 10 മീറ്റർ താഴെയോ 2 മീറ്റർ 5 മീറ്റർ താഴെ ഉപരിതലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത് ചെറിയ തോതിലുള്ള പൊത്തുകൾ പോലെ രൂപപ്പെട്ട സാധനം യഥാർത്ഥത്തിൽ അത് ഒരുപക്ഷെ കിലോമീറ്ററുകളോളം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കിലോമീറ്ററുകളോളം ഇത് തമ്മിൽ ഭൂമിക്കടിയിലെ വെള്ളം ഒഴുകി പോകാൻ പുതിയ വഴികൾ രൂപപ്പെടുത്തുന്നതാണ് ഈ സോയിൽ പൈപ്പിംഗ്, അല്ലേ? അങ്ങനെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം തീർച്ചയായിട്ടും ഈ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള, ഭൂമിക്കടിയിൽ കൂടി ഒഴുകാനുള്ള ചില സുഷിരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അത് ഒഴുകുകയും കൂടുതൽ അത് വിസ്താരം വർദ്ധിക്കുകയും വിസ്തൃതി വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീടുള്ള പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യും? ഇത് ലാൻഡ് സ്ലൈഡിന് കാരണമാകും. കാരണം ഇത് ഒരു പരിധി കവിഞ്ഞ് ഇതിൻ്റെ വലിപ്പം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് സ്ലംബ് ചെയ്യുക, അതിൽ പെട്ടെന്ന് തന്നെ ഇടിഞ്ഞ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ഗുഹ പോലെ രൂപപ്പെടും. ഈ ഗുഹ പോലെ രൂപപ്പെടുന്നതിൻ്റെ ഒരു ഘടനയാണ് പലപ്പോഴും നമുക്ക് കിണർ സഡനായിട്ട് വെള്ളം കിണറിലെ പറ്റിപ്പോവുക, ചില കിണറിലെ വെള്ളം അമിതമായിട്ട് പെട്ടെന്ന് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വലിയ പ്രദേശങ്ങളിൽ, വലിയ റീജിയനിൽ ഇതൊരു ലാൻഡ് സ്ലൈഡിന് പോലും കാരണമാകും. അത് ഇപ്പം ഇന്ന് ഉണ്ടായ ഒരു വലിയ ഭീമമായ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ രൂപത്തിലായിരിക്കില്ല. പക്ഷേ ചെറിയ തോതിലുള്ള, അത് ഈ മലനാടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മുടെ മല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് കാരണമാകും. ഈ മണ്ണിടിച്ചിൽ ഒരു വലിയ വ്യാപകമായ ഒരു പ്രദേശത്ത്, വലിയ പ്രദേശത്ത് നീരൊഴുക്കിൻ്റെ ശക്തി കൂടി നിൽക്കുന്ന ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ടും വളരെയേറെ ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഈ ലാട്രൈറ്റിക് സോയിലിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു സ്വഭാവമാണ് ഈ സോയിൽ പൈപ്പിംഗ് എന്നുള്ളത്. അതുകൊണ്ട് അത് ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്.